ഹലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു പുതിയ മീൻകറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആ മീൻകറി എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഈ 50 നോയമ്പ്, ഞങ്ങൾക്കല്ല എല്ലാവർക്കും 50 ക്രിസ്ത്യാനികളാണോ 50 നോയമ്പുണ്ട്. ആ 50 നോയമ്പിലെ ഇറച്ചിയും മീനും ഇല്ലാത്ത ഒരു കാലം. അപ്പോൾ സ്കൂളുകളിലൊക്കെ കുഞ്ഞുമോൾ ടീച്ചറാണെങ്കിൽ നല്ല മീൻകറി കൊണ്ടുവരും. അതെന്താണെന്ന് ചോദിച്ചാൽ തേങ്ങാക്കൊത്ത് ഇട്ട മീൻകറി. ആ മീൻകറി വെക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ മീനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് വേഗം നല്ല നേരമെടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം മീൻകറി ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് തൊട്ട് നോക്കും. ഞങ്ങൾ കുറേ പേര് ഒന്നിച്ചിരുന്നാണ്. എന്നാ രസമായിരുന്നു ആ ഒരു കാലഘട്ടം, ഉച്ചയ്ക്കിരുന്ന് ചോറുണ്ണുന്നതുമൊക്കെ. അപ്പോൾ കുഞ്ഞുമോൾ ടീച്ചറിനെ ഒന്ന് ഓർക്കാൻ പറ്റി. പിന്നെ ഇന്ന് ഞാൻ വെക്കുന്ന കറി എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്തും ഉണക്കമീനും കൂടെ ഇട്ട ഒരു കറിയാണ്. ഇതും പഴയ കാലത്തെ ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഈ ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ്. ഈ പ്രത്യേകിച്ച് കോട്ടയം, പാല, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ ഇവർക്ക് റാന്നി, ഇവിടെയൊക്കെ പത്തനംതിട്ടയൊക്കെ ഈ പണ്ട് കാലത്ത് പച്ചമീൻ കുറവായതുകൊണ്ട് കൂടുതൽ ആളുകളും ഉണക്കമീനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ നാട്ടുകാരൊക്കെ. അപ്പം ആ ഉണക്കമീനും തേങ്ങാക്കൊത്തും കൂടെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു കറിയാണ് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇളവൻ തേങ്ങയുടെ തേങ്ങയായിരിക്കണം. ഇളവൻ തേങ്ങയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കടിക്കുമ്പോഴൊക്കെ ആ ഇളവൻ തേങ്ങ വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ തേങ്ങാക്കൊത്ത് അങ്ങോട്ടിടാം. തേങ്ങാക്കൊത്തിടുന്നു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. 1 2 3 4. അപ്പോൾ 4 സ്പൂൺ മുളക് പൊടി ഇടുമ്പം നമ്മൾ ഒരു അര സ്പൂണ്, അതിന് ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തത്. 1 സ്പൂൺ മല്ലിപ്പൊടിയേ ഇടുകയുള്ളൂ, അത് കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്നും പണ്ട് കാലത്തൊന്നും ആരും ചേർക്കത്തില്ല. എന്നാലും ഞാൻ ഒരു 2 എണ്ണം തേക്കുവാണ്. അതുപോലെ ഇഞ്ചി വേണം, ഇഞ്ചി നല്ല പോലെ വേണം. പിന്നെ വേണ്ടത് പ്രധാനമായിട്ട് ഞാൻ കടുക് വറുത്ത് പൊടിച്ചതാണിത്. ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കടുകിന്. അതുപോലെ ഇത് ഉലുവ ഇപ്പം പൊടിച്ച് വെച്ചതാണേ. ഉലുവായും നമ്മൾ ചേർക്കുന്നു. ഒരു 1.5 സ്പൂൺ ഉലുവ ചേർത്തു. ഒരു ചെറിയ സ്പൂൺ കടുക് പൊടിച്ചത് ചേർത്തു. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി മീൻകറിക്ക് വേണ്ട പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പുളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ പറയും ഒത്തിരി പുളിയുണ്ടല്ലോ എന്ന്. പക്ഷേ ഒത്തിരി പുളിയൊന്നുമില്ല, ഇതിന് വലിയ ഉറവയൊന്നും ഇല്ലാത്തതാണ്. ഇനി ഉപ്പ് ലേശവേ ചേർക്കാവൂ. കാരണം നമ്മൾ ഉണക്കമീനിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപ്പ് കുറച്ചേ ഇട്ടുള്ളൂ. പിന്നെ വെള്ളവും കൂടി ഒഴിക്കണം. അതങ്ങോട്ട് നല്ല പോലെ എല്ലാം കൂടെ അങ്ങോട്ട് പൊടിയൊക്കെ ഞാൻ നല്ലപോലെ മൂപ്പിച്ചതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം മൂപ്പിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മൾ അടുപ്പയിലോട്ട് വെക്കുകയാണ്. അടുപ്പയിൽ വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് അമ്മച്ചിമാരൊക്കെയാണ് തലേന്ന് ഈ തേങ്ങാക്കൊത്ത് എല്ലാം കൂടി ഇട്ട് വേവിച്ച് വെക്കും. പിറ്റേന്നാണ് മീനിട്ട് മീൻകറിയാക്കി തിളപ്പിച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തോട്ട് വെക്കാം. വെച്ചിത് നല്ല ശരിക്കൊന്ന് 1 മണിക്കൂർ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല പോലെ
മണം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ പറ്റിയിട്ടുണ്ട്, നല്ലപോലെ എല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, ഇനി ഒരു 4 മണിക്കൂർ ഇവിടെ മാറ്റി വെക്കുകയാണ്. ഈ തേങ്ങാക്കൊത്തിനകത്ത് എല്ലാം അങ്ങോട്ട് നല്ലപോലെ അരപ്പെല്ലാം അങ്ങോട്ട് പിടിക്കട്ടെ. ഇപ്പോഴും പിടിച്ചു കഴിഞ്ഞു, എന്നാലും കുറച്ചും കൂടി ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഈ ഉണക്കമീൻ, കണ്ടോ, നമ്മുടെ ഉണക്കമീൻ ഇടുന്നത്. ഉണക്കമീൻ മേടിച്ചിരിക്കുന്നത് തെരണ്ടിയാണ്. ഇത് 1/2 കിലോ മേടിച്ചു. അതിൻ്റെ ഒരു 1/4 കിലോയാണ് ഈ വെച്ചേക്കുന്നത്. ഇത് എല്ലൊക്കെ നല്ലതാണെന്നാണ് ആനി ടീച്ചർ പറഞ്ഞത്. അതൊരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് ആനി ടീച്ചർ എന്നോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങൾ കറി വെക്കുന്നതെന്ന് പറഞ്ഞ് ടീച്ചറാണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ടീച്ചറിന് ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് ഞാൻ രാവിലെ വെച്ച മീൻകറി നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി മീനിട്ട് കൊടുക്കണം. മീനിട്ടിട്ട് മീനും കൂടെ കിടന്ന് നന്നായിട്ട്, കണ്ടില്ലേ, ഒരു എല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് ആനി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഇട്ട് ഇനി ഇത് ഇവിടെ കിടന്ന് അങ്ങോട്ട് വേകട്ടെ. ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണമായിരിക്കും. വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി നമ്മുടെ മീൻ കിടന്ന് നന്നായിട്ട് വേകട്ടെ. നേരത്തെ കരിയാപ്പില ഇടേണ്ടതായിരുന്നു, അത് മറന്നു. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇട്ട് വേകട്ടെ. ഇനി ഒരു ചെറു തീയിൽ ഒരു 20 മിനിറ്റ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹായ്, നല്ല മണം. ഉണക്കമീനും തേങ്ങാക്കൊത്തിന് മണമൊന്നുമില്ല, ഉണക്കമീനിൻ്റെ മണം. ഇതും കപ്പയും കൂടെ അങ്ങോട്ട് അടിക്കണം. അപ്പോൾ ഈ ഒരു ഉണക്കമീൻ കറിയുടെ കൂടെ പച്ചക്കപ്പയല്ല, നല്ല വാട്ടുകപ്പയാണ് നമ്മൾ കൂടെ കൂട്ടുന്നത്. അപ്പം ഞാനിവിടെ വാട്ടുകപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് കഴിച്ചാൽ മതി. ഞാൻ ഓർത്ത് ഉപ്പ് കൂടി പോകുന്നു. എന്തായാലും ഉപ്പെല്ലാം കണക്കിന്. അപ്പം നമുക്ക് ഇതിനകത്തൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതാണ് അതിൻ്റെ രുചി. ഹായ്, ഒരു മണിക്കൂർ ഇരുന്ന് ഇത് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കപ്പയൊക്കെ അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി, തേങ്ങാക്കൊത്തിട്ട് ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഉണക്കക്കപ്പയും അച്ചാറും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. 4 മണിക്ക് വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്നാണ്. നല്ല കിളികളുടെ ശബ്ദമുണ്ട്. അച്ചാറുണ്ട്, അത് പിന്നെ എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തെരണ്ടി മീനും തേങ്ങാക്കൊത്തും ഒരു സ്വല്പം ഉണക്കക്കപ്പയും എല്ലാം കൂടെ അങ്ങോട്ട് അടിക്കാൻ പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല പൊളിയായിരിക്കുന്നു, അടിപൊളിയായിരിക്കുന്നു. ഇതൊക്കെ സമ്മതിക്കണം, ഇതൊക്കെ കണ്ടുപിടിച്ചവരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അത്രയ്ക്ക് നല്ല മീൻകറിയാണ്, നല്ല നൊസ്റ്റാൾജിക്ക്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ വീഡിയോ കണ്ട് കഴിയുന്നത് വരെ കാത്തിരിക്കാതെ നേരത്തെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.